നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. പൗരന്മാരുടെ അനുവാദമില്ലാതെ ഒമാനിൽ വീഡിയോ ചിത്രീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രവാസി വനിത അറസ്റ്റിൽ. റോയൽ ഒമാൻ പോലീസാണ് പ്രവാസി വനിതയെ അറസ്റ്റ് ചെയ്തത്. ഇൻഫർമേഷൻ ടെക്നോളജി നിയമം ലംഘിച്ചതിനാണ് അറസ്റ്റ്. പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായ നിന്ദ്യമായ ഭാഷയും വീഡിയോയിൽ ഉൾപ്പെട്ടിരുന്നതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. വ്യക്തികൾക്ക് ആദായ നികുതി ചുമത്താൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദ് ആൻ. ദാവോസിൽ ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിലാണ് ആദായ നികുതി സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയത്. ഗതാഗത മന്ത്രാലയത്തിന്റെ പേരിലുള്ള വ്യാജ ഇമെയിലുകൾക്കെതിരെ മുന്നറിയിപ്പുമായി ഖത്തർ. 2024 ജനുവരി 19 ഖത്തർ ഗതാഗത മന്ത്രാലയം ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയത്. വ്യക്തികളുടെ വിവരങ്ങൾ ചോർത്തുന്നതും പണം അപഹരിക്കുന്നതും ലക്ഷ്യമിട്ടാണ് തട്ടിപ്പ് സംഘങ്ങൾ ഇത്തരം ഇമെയിലുകൾ ഉപയോഗിക്കുന്നതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വ്യാജ ഇമെയിൽ സന്ദേശങ്ങൾക്ക് ഇരയാകരുതെന്നും ജാഗ്രത പുലർത്തണമെന്നും പൊതുജനങ്ങളുടെ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. പ്രവാസി മലയാളി ഒമാനിൽ ഹൃദയാഘാതം മൂലം മരിച്ചു. കണ്ണൂർ വളപട്ടണം തങ്ങൾ വയൽ സ്വദേശിയും ഇപ്പോൾ താണയിൽ താമസിക്കുകയും ചെയ്യുന്ന അബൂബാണ് ഹൃദയാഘാതം മൂലം റൂവിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. സ്വകാര്യ കമ്പനിയിൽ ജനറൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. കുടുംബസമേതം മസ്കത്തിലായിരുന്നു താമസം. മൃതദേഹം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകും. സൗദിയിൽ ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്ക് പുതിയ ഡ്രസ് കോഡ്. ആരോഗ്യവകുപ്പാണ് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത്. ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ തൊഴിലിടങ്ങളിൽ മാന്യവും പൊതുസമൂഹത്തിന് ചേർന്നതുമായ വസ്ത്രം ധരിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത നിർദ്ദേശങ്ങളാണ് മന്ത്രാലയം പുറത്തിറക്കിയിരിക്കുന്നത്. പുരുഷന്മാർ പൈജാമയും ഷോർട്സും ധരിക്കാൻ പാടില്ല. തൊഴിലിടങ്ങളിൽ വ്യക്തി ശുചിത്വം നിലനിർത്തുന്നതിൻ്റെയും സാമൂഹ്യ മര്യാദകൾ പാലിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടാണ് പുതിയ പരിഷ്കരണം. ദുബായിലെ ഉപഭോക്തൃ സന്തോഷ നിരക്ക് ഉയർന്നു. ശരാശരി 93% ഉപഭോക്തൃ സന്തോഷ നിരക്ക് കൈവരിച്ചതായി വെളിപ്പെടുത്തൽ. 2022 ഇത് 86%. ജീവനക്കാരുടെ സന്തോഷ നിരക്ക് 88% രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് കഴിഞ്ഞ വർഷത്തെ ദുബായ് സർക്കാർ കസ്റ്റമർ ആൻഡ് എംപ്ലോയി ഹാപ്പിനെസ് സൂചികയുടെ ഫലങ്ങൾ അംഗീകരിച്ചത്. സൗദി അറേബ്യയിൽ ഈ വർഷത്തെ ഹായിൽ ടൊയോട്ട അന്താരാഷ്ട്ര മോട്ടോർ റാലി ഫെബ്രുവരി 8 ആരംഭിക്കും. സൗദി റാലികളുടെ കളിത്തൊട്ടിൽ എന്ന തലക്കെട്ടിൽ നടക്കുന്ന റാലിയിൽ പങ്കെടുക്കുന്നവർക്കുള്ള രജിസ്ട്രേഷൻ തുടരുകയാണ്. രജിസ്ട്രേഷനുള്ള അവസാന തീയതി ജനുവരി 27 സൗദി ഓട്ടോമൊബൈൽ ആൻഡ് മോട്ടോർ സൈക്കിൾ ഫെഡറേഷൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. 2006 ഹായിൽ റാലി ആരംഭിച്ചത്. റോഡിൽ വാഹനവുമായി അഭ്യാസം നടത്തുന്നവരുടെ വാഹനം പിടിച്ചെടുക്കുമെന്നും 2000 ദിർഹം പിഴയും 23 ബ്ലാക്ക് പോയിന്റുകൾ ചുമത്തുമെന്നും അബുദാബി പോലീസിന്റെ അറിയിപ്പ്. ഒരു റോഡിൽ ഡ്രൈവർമാർ വാഹനവുമായി അഭ്യാസം നടത്തുന്ന വീഡിയോ പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഇത്തരമൊരു അറിയിപ്പ് വീണ്ടും നൽകിയിരിക്കുന്നത്. വാഹനത്തിന്റെ പിൻ ടയറുകളിലൂടെ സ്കിഡ് ചെയ്ത് റോഡിൽ അടയാളങ്ങളും ഉണ്ടാക്കുന്ന വീഡിയോയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. കുവൈറ്റിൽ ഇന്നലെ വൈകുന്നേരം ജിലീബ് ഏരിയയിൽ 2 ട്രെയിലറുകൾ, ഒരു ബസ്, ഒരു സലൂൺ കാർ എന്നിവയ്ക്ക് തീപിടിച്ചു. അൽ സമൂദ് സെന്ററിൽ നിന്നുള്ള അഗ്നിശമന സേന എത്തിയാണ് തീ നിയന്ത്രിച്ചത്. സംഭവത്തിൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീപിടുത്തത്തിനുള്ള കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. പ്രവാസി മലയാളി ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തറിൽ മരിച്ചു. മലപ്പുറം താനാളൂർ സ്വദേശി മീനടത്തൂർ തുർവായിൽ അബ്ദുള്ളയാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. മൃതദേഹം നാട്ടിലെത്തിച്ച് കബറടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. നിയമ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിന് ഖത്തർ KMCC നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.